ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണത്തിന്റെ വലിയ തിരക്കിൽ തന്നെയാണെന്നറിയാം. അതിനിടയിൽ ഈ വീക്കെൻഡിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിലെ ആക്ഷൻസ് നമുക്കിന്ന് നോക്കാം. ആദ്യം ഇന്ത്യൻ വിപണി എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ആഴ്ചയും നഷ്ടത്തിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി വെള്ളിയാഴ്ച ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. FISന്റെ DISന്റെ ആക്ടിവിറ്റി പരിശോധിച്ചു കഴിഞ്ഞാലും കഴിഞ്ഞ ആഴ്ച മിക്സഡ് ആയിരുന്നു. US വിപണികളിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച US വിപണികൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ ആഴ്ച നെഗറ്റീവിലായിരുന്നു US വിപണികൾ ഉണ്ടായിരുന്നത്. US വിപണിയും ഇന്ത്യൻ വിപണിയും ഒക്കെ ഒരു ഇടിവിലേക്ക് പോകാനുള്ള കഴിഞ്ഞ ആഴ്ചത്തെ കാരണം മിഡിൽ ഈസ്റ്റിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു, ആശങ്കകൾ തുടരുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് നിലനിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ US സർക്കാർ ബോണ്ട് ഈൽഡുകൾ ഉയർന്നാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഏകദേശം $94 ടച്ച് ചെയ്തിരുന്നു. അവിടെ നിന്നും 1.8% ഇടിവ് ഒക്കെ ഇന്ന് രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ചെറിയൊരു ആശ്വാസമായിട്ട് ഗ്ലോബൽ വിപണിയിൽ നമുക്ക് കാണാൻ കഴിയും. വെള്ളിയാഴ്ച US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 1% ഉയർന്നപ്പോൾ വിപ്രോ 1% ഇടിവുണ്ടാക്കി. HDFC ബാങ്ക് 1% ഉയർന്നപ്പോൾ ICICI ബാങ്ക് 0.8% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.58% നേട്ടവും ഉണ്ടാക്കി. ഇന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. 10ൽ 9 ട്രേഡേഴ്സും നഷ്ടത്തിലാണ് എന്ന് സെബിയുടെ ഞെട്ടിക്കുന്ന F&O കണക്ക് പുറത്തു വന്നിരിക്കുന്നു. അതിലേക്കാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ ആയി ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ജപ്പാൻ മാർക്കറ്റ് നിക്കി ചെറിയ പോസിറ്റിവിറ്റിയിൽ ഇപ്പോൾ നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.3% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 1.4% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,344 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് 55 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഏവർക്കും പൂരാട ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ ഫോക്കസ് നമ്മൾ കൊണ്ടുവരേണ്ടത് സെബിയുടെ പുതിയ പഠന റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ചേർന്ന് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് വിഭാഗത്തിൽ 91,685 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. ഇതേസമയം ആക്റ്റീവ് ട്രേഡേഴ്സിൻ്റെ എണ്ണം 18% കുറഞ്ഞിരിക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ 2016 ശേഷമുള്ള ഏറ്റവും വലിയൊരു കുറവ് കൂടിയാണിത്. ആക്റ്റീവ് ട്രേഡേഴ്സിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2025 1.062 കോടിയായിരുന്ന ഇൻഡിവിജ്വൽ ആക്റ്റീവ് ട്രേഡേഴ്സ് ഫിനാൻഷ്യൽ ഇയർ 2026 87.5 ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു. പുതുതായി എത്തിയവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 34.3 ലക്ഷത്തിൽ നിന്ന് 20.8 ലക്ഷമായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ഏകദേശം 46 ലക്ഷം ട്രേഡർമാർ വിപണിയിൽ നിന്ന് പുറത്തുപോയി എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2025 90.9% ട്രേഡേഴ്സിൻ്റെ നഷ്ടം ഇത്തവണ ഫിനാൻഷ്യൽ ഇയർ 2026 80.7%. ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും കൈ പൊള്ളുന്ന ഒരു മേഖലയായിട്ട് തുടരുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് നേരിടുന്ന മൊത്തം നഷ്ടത്തിൻ്റെ 92% ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിന്നാണ്. നഷ്ടം നേരിട്ട ട്രേഡർമാരുടെ ശരാശരി നഷ്ടം 1.47 ലക്ഷം ആയിരുന്നു എന്നുമാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 30 വയസ്സിന് താഴെയുള്ളവരാണ് ഫിനാൻഷ്യൽ ഇയർ 2026 ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിൻ്റെ 43%. ഫിനാൻഷ്യൽ ഇയർ 2022 ഇത് വെറും 31%. അതായത് യുവാക്കളാണ് F&O സെഗ്മെൻറ്റിലേക്ക് കൂടുതലായി വരുന്നത് എന്നർത്ഥം. ഇനി ഇപ്പോൾ പറഞ്ഞ 30 വയസ്സിന് താഴെയുള്ള അതായത് യുവ ട്രേഡർമാരിൽ 89% ആളുകളും നഷ്ടത്തിൽ തന്നെയാണ് F&O സെഗ്മെൻറ്റിലുള്ളത് എന്നും സെബി പറയുന്നു. ഇനി ഇതിൽ തന്നെ മറ്റൊരു വശം കൂടി ഉണ്ടല്ലോ. ഒരുപാട് പേർ നഷ്ടമുണ്ടാക്കുമ്പോൾ ഒരുപാട് വലിയ ആളുകൾ ലാഭവും ഉണ്ടാക്കുന്നുണ്ടാകും. അത്തരത്തിൽ ആരൊക്കെയാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ആൽഗോ ട്രേഡിംഗ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് വലിയ തോതിൽ തന്നെ ലാഭം ഉണ്ടാക്കുന്നത്. ഇതിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ നഷ്ടത്തിന് വിപരീതമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പ്രോപ്പർട്ടി പ്ലെയേഴ്സ് വലിയ ലാഭമാണ് നേടുന്നത്. അതിൽ പ്രോപ്പറേറ്ററി ട്രേഡിംഗ് ഫേംസ് ഏകദേശം 44,000 കോടി രൂപയുടെ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. FPIs ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 14,000 കോടി രൂപയുടെ ലാഭവും ഉണ്ടാക്കുമ്പോൾ കോർപ്പറേറ്റ്സ് 8,000 കോടി രൂപ, മ്യൂച്വൽ ഫണ്ട്സ് 3,000 കോടി, പാർട്ട്ണർഷിപ്പ് ഫേംസ് കൂടാതെ LLPs തുടങ്ങിയവ 3,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സജഷൻ ഇത് മാത്രമാണ്.
ഓപ്ഷൻ ബൈയിങ്ങിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്, പ്രത്യേകിച്ച് ആൽഗോ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ, ഫേംസൊക്കെ വലിയ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടും ഒക്കെയാണ് അവരുടെ ആൽഗോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ഓപ്ഷൻ ബൈയിങ് ആളുകൾക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ ശരിയായിരിക്കണം, ടൈമിങ്, കൂടാതെ തീറ്റ DK കാരണം വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്ട്രാറ്റജികൾ, സ്റ്റോപ്പ് ലോസ്, പൊസിഷൻ സൈസിങ് എന്നിവയൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം മാത്രം എല്ലാവരും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ. ഇന്ന് എല്ലാവരും തിരക്കിലായിട്ടുള്ള ഒരു ദിവസമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ചുരുക്കി മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ മാർക്കറ്റിനെ ബാധിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ഇറാൻ സംഘർഷം തന്നെയാണ് ആദ്യത്തേത്. പിന്നെ ഫെഡറൽ റിസർവ് ചെയർമാൻ വാഷിൻ്റെ സ്പീച്ച് ഈ ആഴ്ച വരുന്നുണ്ട്. കൂടാതെ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് ഇന്ത്യൻ വിപണിയെയൊക്കെ പോലെയുള്ള എമർജിംഗ് മാർക്കറ്റുകളെ പ്രത്യേകം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓയിൽ പ്രൈസുകൾ വലിയ തോതിൽ തന്നെ ഉയരുന്നതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടിയുമ്പോൾ അത് ഇന്ത്യൻ വിപണിക്കൊക്കെ കൂടുതൽ പോസിറ്റീവായിട്ട് വരാനും സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ചില സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് പരമാവധി സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം മീഷോ എന്ന സ്റ്റോക്കാണ്. വൈ കോമ്പിനേറ്റർ മീഷോയിലെ 1.05% വരെ ഓഹരികൾ ഒരു ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മൂല്യം ഏകദേശം 957.5 കോടി രൂപയാണ്. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 197.50 എന്ന പ്രൈസിലുമാണ്. അടുത്ത ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് എന്ന സ്റ്റോക്കാണ്. സോഫ്റ്റ് ബാങ്ക് വിഷൻ ഫണ്ട് 2 ലെൻസ്കാർട്ടിലെ 2.6% വരെ ഓഹരികൾ ഒരു ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വരുന്നു. ഡീൽ സൈസായി നിശ്ചയിച്ചിരിക്കുന്നത് $300 മില്യൺ. ഫ്ലോർ പ്രൈസ് 635 രൂപയുമാണ്. മറ്റൊരു സ്റ്റോക്ക് കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് എന്ന കമ്പനിയാണ്. കാപ്ലിൻ സ്റ്റെർലീസിൻ്റെ ഗുമ്മിഡിപ്പോഡി പ്ലാന്റ്സിൽ US FDA അപ്രതീക്ഷിത പരിശോധന നടത്തി. ഫോം 483-ൽ 10 ഒബ്സർവേഷൻസ് ലഭിച്ചു. ഇവ പ്രൊസീജറൽ നാച്ചർ ഉള്ളതാണ്. ഡാറ്റ ഇൻറ്റഗ്രിറ്റി സംബന്ധിച്ച പ്രശ്നങ്ങളില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്തത് നാറ്റ്കോ ഫാർമ എന്ന കമ്പനിയാണ്. വിശാഖപട്ടണത്തിലെ FDF മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ US FDA പരിശോധന നടത്തി. 4 ഒബ്സർവേഷൻസ് അടങ്ങിയ ഫോം 483 ലഭിച്ചു. ഒബ്സർവേഷൻസ് പ്രൊസീജറൽ നാച്ചർ ഉള്ളതല്ല. അടുത്തത് ചോക്സി ലബോറട്ടറീസ് എന്ന കമ്പനിയാണ്. ഇൻഡോറിലെ സെൻട്രൽ ലബോറട്ടറിയിൽ US FDA പരിശോധന നടത്തി. പരിശോധനയ്ക്ക് ശേഷം 4 ഒബ്സർവേഷൻസ് ലഭിച്ചു. ഓറോബിൻഡ ഫാർമയാണ് മറ്റൊരു കമ്പനി. ഓറോ പെപ്റ്റിഡ്സ് US FDA റൊട്ടീൻ ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കുന്നു. 1 ഒബ്സർവേഷൻ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഡാറ്റ ഇൻറ്റഗ്രിറ്റി GMP കംപ്ലൈൻറ്റ്സ് സംബന്ധിച്ച പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളായിട്ട് പറയാനുള്ളത്. ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, NBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏതായാലും എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. നന്ദി.